യു കെക്ക് ഇനി ഒരു പുതിയൊരു ജോബ് ഓഫർ വന്നിട്ടുണ്ട്. ഇനി അൺസ്കിൽഡ് വർക്കേഴ്സിനും യു കെക്ക് ഒരു ജോബിനായിട്ട് പോകാൻ പറ്റും. ഏകദേശം 2.5 ലക്ഷത്തോളം മാസവരുമാനം വരുന്ന ജോലികളും നമുക്ക് ചെയ്യാൻ പറ്റും. ക്വാളിഫിക്കേഷൻ ഒട്ടും ഇല്ലാത്ത ആളുകൾക്കും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കും ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇതൊരു സീസണൽ വർക്ക് വിസയാണ് കേട്ടോ. അതായത് ഹോർട്ടിക്കൾച്ചർ അതുപോലെ തന്നെ പിന്നെ പൗൾട്രിയിലൊക്കെ വരുന്ന വർക്ക്സ് ആണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്, പുതിയ ഓഫറിൽ വന്നിട്ടുള്ളത്, ഈ ഒരു പുതിയ വിസയിൽ വന്നിട്ടുള്ളത്. സോ ഒരുപാട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഏകദേശം 47,000 സീസണൽ വിസ കോഡ്സ് ആണ് ഇപ്പോൾ ഇവർ അലോ ചെയ്തിട്ടുള്ളത്. ഏകദേശം 45,000-ഓളം ഹോർട്ടിക്കൾച്ചർ അതായത് ഈ ഒരു അഗ്രികൾച്ചർ സെക്ഷൻസിലും പിന്നെ ഏകദേശം ഒരു 2,000-ഓളം ഈ ഒരു പൗൾട്രി സെക്ഷൻസിലും ഒഴിവുകൾ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഈ ഒരു വിസയ്ക്ക് ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ദ സീസണൽ വർക്കർ വിസ ഈസ് ഓപ്പൺ ടു എനിവൺ ഫ്രം അറൗണ്ട് ദ വേൾഡ്. സോ നമുക്ക് എല്ലാവർക്കും ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിസ തന്നെയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ യാതൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റോ ഒന്നും ആവശ്യമില്ല. IELTS, TOEFL ഇതുപോലുള്ള ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റും ആവശ്യമില്ല എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിസയിൽ വളരെ ഈസി ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് യു കെക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. സോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കി നോക്കാം. സോ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വിസയുടെ ഫുൾ ഡീറ്റെയിൽസും പറയുന്നതായിരിക്കും. ഇതിൻ്റെ ബെനിഫിറ്റ്സും ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതടക്കം പറഞ്ഞു തരുന്നതായിരിക്കും. സോ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. Hi everyone, it's me Shyam and this is Wayfarer Insights. ഓക്കെ, നമ്മളപ്പോൾ ഈ ഒരു യു കെ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 or 4 വീക്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഡിസിഷൻ അറിയാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത്. ദ പ്രോസസ്സിംഗ് ടൈം ഫോർ ദ യു കെ വർക്ക് വിസ യൂഷ്വലി ടേക്സ് 3 to 4 വീക്സ് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. പ്രോസസ്സിംഗ് ടൈമായിട്ട് ഒരു 3 or 4 വീക്സോ അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു 3 വീക്സിൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു ഡിസിഷൻ അറിയാൻ പറ്റും. ഓക്കെ, നമ്മളെന്തായാലും ഇതിൽ 2 സെക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഹോർട്ടിക്കൾച്ചർ സെക്ഷനും രണ്ടാമത്തെ പറയുന്നത് പോൾട്രി സെക്ഷനും. ഈ ഒരു ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഈ ഒരു വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ സെക്ഷൻ എന്ന് പറയാം. ദ ഹോർട്ടിക്കൾച്ചർ സെക്ഷൻസ് ഇൻക്ലൂഡ്സ് പിക്കിംഗ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഓർ ഫ്ലവേഴ്സ്. ഇതാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. ഇതിൽ ഏതൊക്കെ വരിക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റഡ് വെജിറ്റബിൾസ്, അതായത് തോസ് ഗ്രോൺ ഇൻ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിലൊക്കെ വളരുന്ന ഈ ഒരു വെജിറ്റബിൾസിനാണ് ഈ പ്രൊട്ടക്റ്റഡ് വെജിറ്റബിൾസ് പറയുക. പിന്നെ ഫീൽഡ് വെജിറ്റബിൾസ്, അതായത് ഔട്ട്ഡോർസിൽ വളരുന്ന വെജിറ്റബിൾസ് ഇൻക്ലൂഡിങ് ഹെർബ്സ്, ലീഫി, സാലഡ്സ് ആൻഡ് പൊട്ടാറ്റോസ് അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ സോഫ്റ്റ് ഫ്രൂട്ട്സ് വരുന്നുണ്ട്, അതായത് ഔട്ട്ഡോറിൽ വളരുന്നതന്നെയാണ്, അതായത് അണ്ടർ കവറിൽ വളരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് സ്ട്രോബെറീസ്, റാസ്ബെറീസ്, ബ്ലാക്ക് കറൻസ്, ബ്ലൂബെറീസ് അങ്ങനെയുള്ളതൊക്കെയാണ് ഈ ഒരു സോഫ്റ്റ് ഫ്രൂട്ട്സിൽ വരുന്നത്. പിന്നെ ടോപ്പ് ഫ്രൂട്ട്സ്, അതായത് ട്രീസിലൊക്കെ വളരുന്നത്, അതായത് ആപ്പിൾസ്, പ്ലംസ്, ചെറീസ്, അപ്രിക്കോട്ട്സ്, പിന്നെ മഷ്റൂംസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബൾബ്സ് ആൻഡ് കട്ട് ഫ്ലവേഴ്സ്, പിന്നെ പോപ്പ് പ്ലാന്റ്സ്, പിന്നെ ഹാർഡി ഓർണമെന്റൽ നഴ്സറി സ്റ്റോക്സ് സച്ച് ആസ് ക്രിസ്മസ് ട്രീസ്, ഷ്രബ്സ്, റോസസ്, ഓർണമെന്റൽ ട്രീസ് ആൻഡ് ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്ന ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെ കാര്യം പറയുന്നത്. സോ ഈ ഒരു സെക്ഷൻസിലൊക്കെ നമുക്ക് ജോബ്സ് ഉണ്ടാവും, ഇത് പിക്കിങ് അല്ലെങ്കിൽ ഇത് നോക്കുന്നതിൻ്റെയും ഒക്കെ ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ ഒരു സെക്ഷൻ വരുന്നത് പോൾട്രി പ്രൊഡക്ഷൻ സെക്ടർ, അതായത് പോൾട്രി എന്ന് സാധാരണ നമ്മൾ പറയുന്നത് ഈ അനിമൽസ്, അതായത് ഈ കോഴി വളർത്തൽ ഇതിനൊക്കെയാണ് പറയുന്നത്. കോഴി എന്ന് പറയുകയാണെങ്കിൽ സാധാരണ കോഴീൻ്റെ മാത്രമല്ല, ഈ ടർക്കി, പിന്നെ അതുപോലെ തന്നെ തുമ്പിക്കോഴി, അങ്ങനെ ഒരുപാട്, പിന്നെ താറാവ് പെടും. അങ്ങനെ നമ്മൾ മുട്ടയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇതിനൊക്കെ വളർത്തുന്നതിനെയാണ് ഈ സാധാരണ ഈ ഒരു പോൾട്രി എന്ന പേര് പറയാറ്. ഇതിൽ നമുക്ക് വരുന്നത് ബച്ചർ, ബേർഡ് ഓർ ഗെയിം ഡ്രസ്സർ, കില്ലർ ആൻഡ് പ്ലക്കർ, പോൾട്രി പ്രൊസസ്സർ, പോൾട്രി സ്റ്റിക്കർ, ഫുഡ് ഓപ്പറേറ്റീവ്, പോൾട്രി ക്യാച്ചർ, പോൾട്രി വാക്സിനേറ്റർ, പോൾട്രി മീറ്റ് പാക്കർ ഇതൊക്കെയാണ് വരുന്നത് ഇതിൽ. സോ ഈ ഒരു 2 സെക്ഷൻസിലുമായിട്ട് നമുക്ക് ധാരാളം ജോബ് ഓഫേഴ്സ് വരുന്നുണ്ട്. ഹൂ ക്യാൻ അപ്ലൈ? ഇനി ആർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കി നോക്കാം. അതായത് 18 വയസ്സിന് മുകളിലുള്ള ഏതൊരു രാജ്യത്തെ ഒരാൾക്കും ഈ ഒരു സീസണൽ വർക്ക് വിസയ്ക്ക്, യു കെത്തെ ഈ ഒരു സീസണൽ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത്. ഇവർക്കൊക്കെ ഈ ഒരു വിസ അലൗഡ് ആണ്, ഓപ്പൺ ആണ് എന്ന് ഇവർ പറയുന്നുണ്ട്. ഇനി എപ്പോഴാണ് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, എത്ര കാലം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും, ഇതിൻ്റെ ഡ്യൂറേഷൻസ് ഒക്കെ എന്താ നോക്കി നോക്കാം. ഫോർ ഹോർട്ടിക്കൾച്ചർ വർക്ക്, ഈ ഒരു ഹോർട്ടിക്കൾച്ചർ സെക്ഷന് ഈ ഒരു യു കെയിൽ എപ്പോഴും അലൗഡ് ആണെന്നാണ് ഇവർ പറയുന്നത്.
എനി ടൈം ഇൻ ദ UK യു ക്യാൻ കം ആൻഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും നമുക്ക് ഈ ഒരു സെക്ഷനിൽ വർക്ക് ഉണ്ടായിരിക്കും. മാക്സിമം സ്റ്റേ ഡ്യൂറേഷൻ പറയുന്നത് 6 months ആണ് പറയുന്നത്. 6 മാസം നമുക്ക് ഈ ഒരു വിസയിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്കിതിന് അപ്ലൈ ചെയ്യാനും പറ്റും. പിന്നെ ഈ ഒരു പോൾട്രി വർക്കറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇയർ എൻഡിങ്ങിലാണ് സാധാരണ ഇത് ഉണ്ടാവല്. സാധാരണ പറയുകയാണെന്നുണ്ടെങ്കിൽ October 80 to 31 December വരെയാണ് ഈ ഒരു പോൾട്രി സെക്ഷനിൽ വർക്ക്സ് ഉണ്ടാവല്. ബട്ട് എന്നാലും നമ്മൾ ആ ഒരു പീരീഡാണ് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് വർക്ക് വിസയ്ക്ക് ഉള്ളതൊക്കെ മുൻകൂട്ടി ചെയ്യണം. പെട്ടെന്ന് തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻസൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്ന് ഇവർ പറയലുണ്ട്. സോ അതുവരെ വെയിറ്റ് ചെയ്യാതെ അതിനു മുമ്പ് തന്നെ അപ്ലിക്കേഷൻസൊക്കെ പ്രോസസ്സ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇനി നമുക്ക് അവിടെ കിട്ടുന്ന സാലറി എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ഇതിന് എത്രയാണ് ഇവർ പേയ്മെൻറ്റ് തരുന്നത് നോക്കി നോക്കാം. അതായത് ഈ ഒരു ഹോർട്ടിക്കൾച്ചർ സെക്ഷൻ വർക്കേഴ്സിനൊക്കെ കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് അതായത് ഇയർലി 2500 pound കേട്ടോ ഇവർ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കൊരു മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2083 pound വരുന്നത്. അത് നമ്മൾ INR കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം കറൻറ്റ്ലി റേറ്റ് വെച്ചിട്ട് 2,22,030 രൂപയാണ് വരുന്നത്. സോ ആ രീതിയിലുള്ള ഒരു സാലറീസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെ ഇവർ പറയുന്നത് ഇതൊരു സീസണൽ വർക്ക് ആണ് എന്നുണ്ടെങ്കിലും 6 monthsനാണ് ഇവർ കൊടുക്കണമെന്നുണ്ടെങ്കിലും യു ക്യാൻ റിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് ഇവർ പറയുന്നുണ്ട്. ഈ ഒരു വിസ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും. അത് നമ്മളുടെ അവിടുത്തെ ആ ഒരു എംപ്ലോയറും അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു കമ്പനിയും അനുസരിച്ചിരിക്കുന്നതാണ് ഇവർ പറയുന്നത്. ബിക്കോസ് ഇപ്പോൾ ആ ഒരു എംപ്ലോയറിന് അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് നമ്മുടെ അടുത്ത് അത്രയും താല്പര്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ, കാരണം നമ്മുടെ വർക്ക്സ് അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസൊക്കെ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു വിസ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്തു തരും എന്ന് ഇവർ പറയുന്നുണ്ട്. സോ അത് നമ്മളുടെ സ്കിൽസും പിന്നെ നമ്മളുടെ ബിഹേവിയറും അനുസരിച്ചിരിക്കുന്നവർ പറയുന്നുണ്ട്. ഇനി ഈ ഒരു സീസണൽ വർക്ക് വിസയുടെ ഒരു കോസ്റ്റ് വരുന്നുണ്ട്. അത് എത്രയും നോക്കി നോക്കാം. UK സീസണൽ വർക്ക് വിസ കോസ്റ്റ്, അതായത് ഈ ഒരു സീസണൽ വർക്ക് വിസയുടെ ഒരു കോസ്റ്റ് ആയിട്ട് വരുന്നത് 298 pound വരുന്നത്. ഈ ഒരു 298 pound എന്ന് പറയുന്നത് ഏകദേശം 31,764 രൂപയാണ് കേട്ടോ ഇന്ത്യൻ രൂപയിൽ വരുന്നത്. സാധാരണ ഒരു 10ഉം 15ഉം അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ കൊടുത്തിട്ട് ഒരു UK, കാനഡ പോലുള്ള ഒരു കൺട്രീസിക്കൊക്കെ പോണ ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കുറഞ്ഞൊരു പൈസയ്ക്കൊക്കെ അവിടെ ഒരു ജോബിനായിട്ട് എത്തിപ്പെടാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കി നോക്കാം. യു മസ്റ്റ് ബി 18 years old, 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഓപ്പൺ ടു ആൾ ദ കൺട്രീസ്, എല്ലാ രാജ്യത്തെ ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. യു മസ്റ്റ് ഹാവ് എ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ഫ്രം ദ എംപ്ലോയർ ഇൻ ദ UK. യുകെത്തെ ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് ഒരു സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരും. ദ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ഈസ് എ ഡോക്യുമെൻറ്റ് ദാറ്റ് യു വിൽ റിസീവ് ഫ്രം യുവർ UK സ്പോൺസറിൻ്റെ അടുത്ത് കിട്ടുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ഈ ഒരു സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. മെനി UK റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് ഓർ കമ്പനീസ് ഇൻ ദ UK വിൽ ഗീവ് യു എ സ്പോൺസർഷിപ്പ് ലെറ്റർ. യുകെത്തെ ഒരുപാട് കമ്പനീസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി വഴിയൊക്കെ നമുക്ക് ഈ ഒരു സ്പോൺസർഷിപ്പ് ലെറ്റർ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ പറയുന്നുണ്ട് യു മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1,270 pound അവൈലബിൾ ഇൻ യുവർ ലോക്കൽ അക്കൗണ്ട് ടു സപ്പോർട്ട് യുവർ സെൽഫ് ഇൻ ദ ഫസ്റ്റ് മന്ത്. അതായത് നമ്മളൊരു 1,270 pound നമ്മളുടെ അക്കൗണ്ടിൽ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. ബിക്കോസ് നമ്മളൊരു സ്പോൺസർഷിപ്പ് വിസയിലാണ് പോകണമെന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ഫസ്റ്റ് മന്ത് നമ്മൾ ചിലവാക്കാനുള്ള പൈസ നമ്മളുടെ കയ്യിൽ എപ്പോഴും കരുതി വെക്കണം. അതിനിപ്പോൾ ഏതൊരു രാജ്യത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ക്യാഷ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. സോ കുറച്ച് എമൗണ്ട് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ കീപ്പ് ചെയ്യാൻ നോക്കുക. പിന്നെ പറയുന്നത് ഇഫ് യുവർ എംപ്ലോയർ എഗ്രീസ് ടു ഓഫർ യുവർ അക്കോമഡേഷൻ, മീൽസ് ആൻഡ് ബെനിഫിറ്റ്സ് ദാറ്റ് മസ്റ്റ് ബി റിട്ടേൺ ഓൺ ദ ലെറ്റർ. നമുക്ക് ആദ്യം ഒരു ജോബ് ഓഫർ വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ജോബ് ഓഫറിൽ നമ്മളുടെ അക്കോമഡേഷൻ അല്ലെങ്കിൽ മീൽസ് പിന്നെ നമ്മൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടോ അതൊക്കെ ആ ഒരു ലെറ്ററിൽ ഉണ്ടായിരിക്കണം. അത് നമ്മൾ ചെക്ക് ചെയ്യണം എല്ലാം അതിൽ കറക്റ്റായിട്ട് ഉണ്ടോ എന്നുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെ കിട്ടുമ്പോഴേക്കും പെട്ടെന്നൊരു തീരുമാനം എടുക്കാണ്ട് എല്ലാം കറക്റ്റായിട്ട് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെ പറയുന്നത് യുവർ എംപ്ലോയർ മസ്റ്റ് മേക്ക് ഷുവർ യുവർ ജോബ് പേയ്സ് അറ്റ്ലീസ്റ്റ് ദ മിനിമം വേജ്. അവിടുത്തെ ആ ഒരു മിനിമം വേജ് ഉണ്ട്, അതിനനുസരിച്ചുള്ള സാലറി തന്നെയാണോ നമുക്ക് തരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഉറപ്പുവരുത്തുക. യു മസ്റ്റ് ഹാവ് എ ജോബ് ഓഫർ ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കി നോക്കാം. പ്രൂഫ് ഓഫ് ജോബ്, ആ ഒരു ജോബ് ലെറ്റർ വേണം, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോബ് ഓഫർ ലെറ്റർ വേണം. എ വാലിഡ് പാസ്പോർട്ട്, ഒരു വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് വേണം. അത് കറക്റ്റാണോ, വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നേരെ ചെക്ക് ചെയ്യുക. പിന്നെ ദ COS റെഫറൻസ് നമ്പർ ഈസ് ഗിവൺ ബൈ യുവർ സ്പോൺസർ. നമ്മളുടെ സ്പോൺസർ ഒരു COS റെഫറൻസ് നമ്പർ നമുക്ക് തരും, അതൊക്കെ വേണം. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് വേണം. ഓക്കെ, ഇനി എന്തായാലും ഈ ഒരു UK സീസണൽ വർക്ക് വിസയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് എ ജോബ്. First, you need to find a job and have a valid job offer from the UK employer.
ഒരു ജോബ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണം. സോ അതിനായിട്ട് നമുക്ക് ഒരുപാട് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അതായത് ഇൻഡീഡ്, ലിങ്ക്ഡ്ഇൻ, ഗ്ലാസ്ഡോർ, അങ്ങനെ ഒരുപാട് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതുവഴി എങ്ങനെയാണ് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സൊക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് യു മസ്റ്റ് അപ്ലൈ ഓൺലൈൻ ഫ്രം ദ UK ഗവൺമെൻറ്റ്സ് വിസാസ് ആൻഡ് ഇമിഗ്രേഷൻ വെബ്സൈറ്റ്. നമ്മൾ അതിൽ അപ്ലൈ ചെയ്യണം. പിന്നെ തേർഡ് സ്റ്റെപ്പ് പറയുന്നത് പേ ദ ആപ്ലിക്കേഷൻ ഫീ ഓൺലൈൻ ആൻഡ് എ ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ്. പിന്നെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യു നീഡ് ടു പ്രൊവൈഡ് ബയോമെട്രിക്സ് ആൻഡ് സബ്മിറ്റ് യുവർ പാസ്പോർട്ട്. സാധാരണ ഒരു എംബസി വഴിയാണ് ഇതിൽ പറയാറ്. പിന്നെ ഫിഫ്ത്ത് സ്റ്റെപ്പ്, അഞ്ചാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെയിറ്റ് ഫോർ ദ വിസ ഡിസിഷൻ. അതിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. പ്രോസസ്സിങ് ടൈം ആയിട്ട് ഒരു 3 to 4 വീക്സ് ആണ് ഇവർ പറയുന്നത്. എന്തായാലും ഒരു 3 വീക്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസിഷൻ അറിയാൻ പറ്റും. നമ്മൾ സബ്മിറ്റ് ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ അലൗഡ് ആണോ അല്ലെങ്കിൽ റിജക്റ്റഡ് ആണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഈ ഒരു UK സീസണൽ വർക്ക് വിസേൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. UK ഒരു ജോബ് നോക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു EU കൺട്രീസിലേക്കൊക്കെ ഒരു ജോബ് നോക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മാർഗം ട്രൈ ചെയ്യുക. ഇതൊരു സുവർണാവസരം തന്നെയാണ്, ആരും മിസ്സാക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. സോ ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ശ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്. And this channel won't disappoint you, and thanks for watching.